വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നും ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. കുറച്ച് നാളത്തേക്ക് കോഡ് സെറ്റ് നമുക്കിപ്പോൾ ഡെയിലി യൂസിന് പറ്റിയതാണ് ഞാനിപ്പോൾ കൂടുതലും ചെയ്യുന്നത്. കോട്ടണിനായിട്ടും റയോണായിട്ടും നമ്മൾ ഒരുപാട് ഫാബ്രിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് സെറ്റിന്റെ റേറ്റ് ആണ് 1850 ആണ് ഇട്ടേക്കുന്നത്. 1850 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഈ ടോപ്പ് ചെയ്തേക്കുന്ന കോഡ് സെറ്റ് ഒരു എന്താ പറയാ സെയിം ഫാബ്രിക്കിനോട് സെമി സിൽക്ക് ലൈക്ക് ഫാബ്രിക് ആണ്. ലൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല. ഒരു സെമി മസ്ലിൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ സെയിം ഫാബ്രിക് തന്നെ നമ്മൾ ബോട്ടം ചെയ്തിട്ടുണ്ട്, പലാസോ ബോട്ടം. പിന്നെ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ഞാനിപ്പോ ഇതിനകത്തൊരു പോക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഒരു പോക്കറ്റ് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വിത്ത് പോക്കറ്റ് പലാസോ ബോട്ടം ചെയ്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് ആണ് കേട്ടോ. അതിപ്പം 2 സൈഡ്സ് ആണെങ്കിൽ നിങ്ങൾ റിക്വയർമെന്റ്സ് അനുസരിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഇത് ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ്ങില് എൽബോ ചെറിയൊരു പഫ് ഒക്കെ വെച്ചിട്ട് എൽബോ സ്ലീവ് ഉണ്ട്, എൽബോക്ക് മേലെയുള്ള സ്ലീവ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് എപ്പോഴും 3/4 സ്ലീവ് ഒക്കെ അല്ലേ ചെയ്യണേ. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് ഒരു എൽബോ സ്ലീവും ചെയ്തിട്ടുണ്ട്. എൽബോക്ക് മേലെ നിൽക്കുന്നത് നല്ല അടിപൊളിയാണ്, അതും നല്ല രസമാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് പെൻസിൽ ബോട്ടം ചെയ്യണോ പെലാസോ ബോട്ടം ചെയ്യണോ എന്നുള്ളത്. 47 ലെങ്ത് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഈ ഒരു മജന്ത വിത്ത് പീകോക്ക് നല്ല അടിപൊളിയാണ്. ആ കോമ്പിനേഷൻ തന്നെ കാണാൻ നല്ല രസമാണ്. ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഫാബ്രിക് തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, ഇതുപോലെ മജന്ത വിത്ത് ഈ ഒരു പീകോക്ക് ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ലൈനിങ് വേണം എന്നുള്ളവർക്ക് ലൈനിങ് ആഡ് ചെയ്ത് തരാം. കോട്ടൺ ലൈനിങ് ആണോ ക്രേപ്പ് ആണോ എന്ന് പറഞ്ഞാൽ മതി. കോട്ടൺ ആകുമ്പോൾ ഇച്ചിരി സ്റ്റിഫ് ആയിട്ട് നിൽക്കും. അപ്പം ലെങ്ത് 47 ആണ്. ബോട്ടം ഇതേപോലെ ഒരു പലാസോ ബോട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. സെമി പലാസോ പോക്കറ്റ് വിത്ത് 1 സൈഡ് പോക്കറ്റ് ആയിട്ട് ബോട്ട് നെക്ക്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സ്ലീവ് ഉള്ളതും കൂടെ, അതായത് കുറച്ചും കൂടെ കയറിയിട്ട് അതൊരു വെറൈറ്റി ആണ്. ചെറിയൊരു പഫ് കൊടുത്തിട്ട് ഇതുപോലൊരു എൽബോ സ്ലീവ്, എൽബോക്ക് കുറച്ചും കൂടെ താഴെ നിൽക്കുന്നുണ്ട്. ഇനി എൽബോക്ക് മേലെ നിൽക്കുന്ന ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നല്ല രസം കൊണ്ടിട്ടിട്ട് ഞാൻ അപ്പൊ അതും വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു പാറ്റേൺ ഇതേപോലെ നല്ല രസമാട്ടോ. ഇപ്പൊ ഞാനിങ്ങനെ എൽബോ സ്ലീവിന് മേലെ ആക്കി വെച്ചപ്പോ നല്ല രസം തോന്നി. ഒരു വെറൈറ്റി. നമ്മൾ ആദ്യമൊക്കെ ഇത്രയും ചെറിയ മെഗാ സ്ലീവും ക്യാപ് സ്ലീവും ഒക്കെ ചെയ്തിട്ട് ഒരു പണ്ട് അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ അത് തിരിച്ച് എടുത്ത് നോക്കി. ഒരുപാട് മുമ്പ് ഇങ്ങനത്തെ ഫാഷൻ ആയിരുന്നു. അപ്പൊ അത് കുറച്ച് എൽബോ സ്ലീവും ഇനി കുറച്ചും കൂടെ കയറിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം കുറച്ച് ഇത്രയും കയറ്റി നോക്കി. അപ്പൊ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി. നമ്മളിപ്പോ വേറെ ചെയ്യുമ്പോൾ എല്ലാം 3/4 നിന്ന് ഒരു വ്യത്യാസമായിട്ട് തോന്നി. ഇതുപോലെ അപ്പൊ നിങ്ങൾക്ക് നോർമൽ സ്ലീവ് വേണോ പഫ് അല്ലാതെ വേണോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പം എനിക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല രസമാട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഒരു എപ്പോഴും വേറെ ഒരു വ്യത്യാസമായിട്ട് തോന്നി. അപ്പൊ അതുപോലെ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ പിക്ക് ഒന്നും കൂടെ ഇട്ടുതരാം.